സംശയം: പുരുഷൻ കൈവിരലുകളിൽ മോതിരം ധരിക്കുന്നതിൻ്റെ വിധി എന്ത്? മോതിരക്കല്ലുകൾക്ക് വല്ല പ്രത്യേകതയുണ്ടോ? ഇന്നത്തെ സംശയമാണിത്. അപ്പോൾ പുരുഷൻ ഏത് വിരലിലാണ് മോതിരം ധരിക്കേണ്ടത്, ഒന്നിലധികം മോതിരം ധരിക്കുന്നതിൻ്റെ വിധി, അതുപോലെ തന്നെ ഏത് മോതിരമാണ് ഉപയോഗിക്കേണ്ടത്, ഉപയോഗിച്ചെങ്കിലും സുന്നത്ത് കിട്ടോ, ഈ കല്ലുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, അങ്ങനെയുള്ള സംശയങ്ങൾക്കൊക്കെ മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇനി അതിനുള്ള മറുപടികൾ നോക്കാം. സ്വർണ്ണാഭരണങ്ങളും വെള്ളി ആഭരണങ്ങളും ധരിക്കൽ പുരുഷന് നിഷിദ്ധവും സ്ത്രീകൾക്ക് അനുവദനീയവുമാണ്. എന്നാൽ ഒരു വെള്ളി മോതിരം പുരുഷന് നിഷിദ്ധമല്ല, സുന്നത്താണ്. ആ മോതിരം വലത് കൈയിൻ്റെയോ ഇടത് കൈയിൻ്റെയോ ചെറുവിരലിൽ ധരിക്കലാണ് സുന്നത്ത്. വലത് കൈയിൻ്റെ ചെറുവിരലിലാണ് ഉത്തമം. മറ്റു വിരലുകളിൽ ധരിക്കുന്നത് കറാഹത്താണ്. ഒരു വെള്ളി മോതിരമാണ് പുരുഷന് സുന്നത്ത്. ഒന്നിലധികം മോതിരം സുന്നത്തല്ല. ഒരു സമയം ഒന്നിലധികം മോതിരം ധരിക്കൽ നിരോധിക്കപ്പെട്ടതാണ്. കറാഹത്താണെന്നും ഹറാമാണെന്നും അഭിപ്രായങ്ങളുണ്ട്. കറാഹത്താണെന്നാണ് ഇമാം റംലി റളിയല്ലാഹു അൻഹു നിഹായിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഹറാമാണെന്നതാണ് പ്രബലം എന്ന് ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ പറഞ്ഞിരിക്കുന്നു. ഒന്നിലധികം വെള്ളി മോതിരങ്ങൾ കൈവശം വെക്കുന്നത് തെറ്റല്ല. ഒരേ സമയം രണ്ടെണ്ണം ധരിക്കുന്നതാണ് നിരോധിക്കപ്പെട്ടിട്ടുള്ളത്. ഒരിക്കലൊന്നും മറ്റൊന്നും ഉപയോഗിക്കാവുന്നതാണ്. കല്ലുള്ളതോ ഇല്ലാത്തതോ ധരിച്ചാൽ ഈ സുന്നത്ത് ലഭിക്കുന്നതാണ്. സുന്നത്തിന് കല്ല് വേണമെന്നില്ല. തുഹ്ഫയിൽ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യമാണിത്. ചില കല്ലുകൾക്ക് ചില പ്രത്യേകതകളുള്ളതും അത്തരം കല്ലുകളുള്ള മോതിരം ധരിക്കുന്നതിലൂടെ ചില ഗുണങ്ങൾ ലഭിക്കുന്നതും ഇമാമുകൾ പലരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഉദാഹരണമായി ഇമാം അബ്ദുർ റഊഫുൽ മൂനാവി റളിയല്ലാഹു അൻഹു എഴുതുന്നു, യാക്കൂത്ത് എന്ന് പറയുന്നൊരു കല്ലുണ്ട്. അതിന് ധാരാളം പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് മോതിരം ധരിക്കുന്നത് പ്ലേഗ് രോഗത്തെ തടയുന്നതാണ്. മനസ്സിന് ശക്തിയും സന്തോഷവും ലഭിക്കാൻ അത് കാരണമാണെന്നത് പ്രസിദ്ധമാണ്. ഫൈദുൽ ഖദീർ എന്ന കിതാബിൽ നമുക്കത് കാണാം. ഇമാം ബുജൈരിമി റളിയല്ലാഹു അൻഹു എഴുതുന്നു, യാക്കൂത്ത് മോതിരമായി ഉപയോഗിക്കുന്നത് മൂലം ദാരിദ്ര്യം നീങ്ങുന്നതാണ്. അതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ജീവിതകാര്യങ്ങൾ എളുപ്പമാകാനും ആവശ്യ സഫലീകരണത്തിനും യാക്കൂത്ത് മോതിരമായി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണെന്ന് ബുജൈരിമി റളിയല്ലാഹു അൻഹു അൽ ഖത്തീബ് എന്ന കിതാബിൽ പറഞ്ഞതായി കാണാം. ഇമാം സുലൈമാനുൽ ജമൽ റളിയല്ലാഹു അൻഹു ഹാഷിയത്തുൽ ജമലിൽ പറഞ്ഞത് ഇതേപോലെ തന്നെയാണ്.